ജസ്റ്റിസ് വി കെ മോഹൻ കമ്മീഷൻ നിയമനം സ്റ്റേ ചെയ്ത ഹൈക്കോടതി നടപടിയിൽ സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിൽ ഇഡിക്ക് നോട്ടീസ് അയച്ച സുപ്രീം കോടതി. തമിഴ്നാടിന്റെ ഹർജിയിലും ഇഡിക്ക് സുപ്രീം കോടതിയുടെ നോട്ടീസ്. അപ്പീലുകളിൽ ഇഡി 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ഉത്തരവ്. ഇഡിക്കെതിരെ കേരളം നേരത്തെ ജുഡീഷ്യൽ അന്വേഷണത്തിന് തീരുമാനമെടുത്തിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജുഡീഷ്യൽ അന്വേഷണം. PR സുനിലുണ്ട് വിവരങ്ങൾ നൽകാൻ. സുനിൽ, വിശദാംശങ്ങൾ. ശ്രുതി, സ്വർണ്ണക്കടത്ത് കേസിലടക്കം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണ നീക്കമൊക്കെ സംശയത്തിന്റെ നിഴലിലാണെന്നും നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ പ്രതിയാക്കാനുള്ള നീക്കം ED ഉദ്യോഗസ്ഥർ നടത്തി എന്നൊക്കെ കേരളത്തിൽ ആരോപണമുയർന്നിരുന്നു. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ നേരത്തെ ഈ വിഷയങ്ങളൊക്കെ തന്നെ അന്വേഷിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് വി കെ മോഹനെ കമ്മീഷനായി നിയമിക്കുകയും ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്നാൽ ഈ കേസിൽ കേരള ഹൈക്കോടതി ഈ മോഹനൻ കമ്മീഷന്റെ നിയമനം നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു. അത് ചോദ്യം ചെയ്താണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെത്തിയത്. സമാന സാഹചര്യം തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. അപ്പോൾ തമിഴ്നാട് സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസുകളൊക്കെ തന്നെ സുപ്രീം കോടതി ഒന്നിച്ചാണ് പരിഗണിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉടൻ തന്നെ മറുപടി നൽകാനും ഇഡിയോട് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഇഡിയുടെ മറുപടി കൂടി കിട്ടിയ ശേഷമായിരിക്കും കേസിൽ സുപ്രീം കോടതി അന്തിമവാദം കേൾക്കുക. ഇത്തരത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാനാകില്ല എന്നതാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും കോടതിയിൽ വാദിക്കുന്നത്. PR സുനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.